ശ്വേതാധികാരത്തേക്ക് വന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു പെട്രിയാർക്കൽ സമൂഹത്തിന് സ്ത്രീകൾ ഭരിക്കുന്ന ഇഷ്ടമാവില്ല. ആ ഭരണത്തെ എല്ലാ കാലത്തേക്കും മോശമാക്കി മാറ്റാൻ ഒരു ഗൂഢനീക്കം എവിടെയെങ്കിലും ഉള്ളതായി സംശയമുണ്ടോ ശ്രീമതി മാല പാർവതി? തീർച്ചയായിട്ടും ഉണ്ട്. ശ്വേതയുടെ മാത്രമല്ല കുക്കുവിനെയും ഇവർക്കൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് വെക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ശ്രീ ടിനി ടോം ഒരിടത്തിരുന്ന് നമ്മുടെ പ്രസിഡന്റിനെ റബ്ബർ സ്റ്റാമ്പ് അല്ലേ എന്ന് ചോദിച്ചു എന്നും കുക്കുവിന് കഴിവില്ലെന്നും കുക്കുവിന് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി തിരിമറി ഉണ്ടെന്നും അല്ല ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെല്ലാവരെയും പരസ്പരം കൊണ്ടുപോകാനായിട്ട് ആളില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അത് ഈ തെറി പറയുന്നതിന് അംഗീകാരം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒതുക്കി വയ്ക്കാനോ അല്ല കേട്ടോ. ഒരു കാരണവശാലും ഈ തെറി വിളിച്ചതിനെ അംഗീകരിക്കുന്നില്ല. 100% ജിഹാദി എന്ന് വിളിച്ചതിനും അവിഹിതം ഈ ഗോസിപ്പ് കഥകൾ പറഞ്ഞതിനും തെറി വിളിച്ചതിനും എനിക്ക് യാതൊരു നിലയ്ക്കും അംഗീകാരമില്ല. അതിൽ ആ വിഷമിച്ച മാനസികമായി തകർന്നു നിൽക്കുന്ന പെൺകുട്ടികളോടൊപ്പമാണ് ഞാൻ. അത് എനിക്ക് അതിൻ്റെ ഞാൻ അവർ രണ്ടുപേരോട് സംസാരിച്ചാണ്, നീനയോടും പിന്നെ അൻസിബയോടും. രണ്ടുപേരും മെൻ്റലി ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ശ്വേത ട്രോമറ്റൈസ്ഡ് അല്ലെന്നല്ല, ശ്വേതയും വളരെയധികം വിഷമത്തിലാണ്. കുക്കു ഞാൻ സംസാരിച്ചിട്ടില്ല. കുക്കുവിൻ്റെ ഒരു പ്രശ്നം, കുക്കു ഇങ്ങനത്തെ സമയങ്ങളിൽ കുക്കു ഒരു കൊക്കൂടിനകത്തോട്ട് കയറും, ആരോടും സംസാരിക്കത്തില്ല, മീഡിയയോട് സംസാരിക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. ഇതൊക്കെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. ഒരു ജനറൽ സെക്രട്ടറി അതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് റെസ്പോൺസ് എൻ്റെ അതായിരുന്നു. ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണം, അധികാരം കയ്യിലെടുക്കേണ്ടടുത്ത് അധികാരം കയ്യിലെടുക്കണം, ആൾക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് നിലയ്ക്ക് നിർത്തണം. കുക്കു അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം വന്നത്. നമ്മൾ സ്ത്രീകളെ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു പവർ എന്ന് പറയുന്നത് നമ്മളെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കാനുള്ളതല്ല, അത് അവിടെ നിന്ന് ഭരിക്കാനുള്ളതാണ്. നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരോട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിപ്പിക്കാൻ പറ്റണം. അത് ലക്ഷ്മിപ്രിയ ആയാലും ശരി, ടിനി ടോം ആയാലും ശരി, സിജോയ് വർഗീസ് ആണെങ്കിലും ശരി, കൈലാസ് ആയാലും ശരി, അവിടെ ഉണ്ണി ശിവപാലാണെങ്കിലും ശരി, ചേർന്ന് നിന്നോ അല്ലാതെയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ പേരുകളിലാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നത്. കാരണം മാർക്കറ്റിംഗ് വിഭാഗങ്ങളിൽ അവിടെ ഒരുപാട് ഗുരുതരമായ മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് നേരിട്ടറിവില്ല, പക്ഷെ അന്വേഷിക്കണം. അവിടെ വന്ന സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ ആരാണ് അന്വേഷിക്കേണ്ടത്? ഞങ്ങളുടെ ജനറൽ ബോഡി തന്നെ ആയിരിക്കും, അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, അവരന്വേഷിക്കണം. പക്ഷേ നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്താണ്? പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ ഒരു സംഘടനയുടെ ചുമതലക്കാരി ആയതിൻ്റെ പേരിൽ, അവിടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, അവിടെ പറ്റില്ല, ഇത് വാങ്ങാൻ പറ്റില്ല, ഈ പരിപാടി വേണ്ട, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ശക്തമായി അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ ചാപ്പ കുത്തി അതിനെ ജിഹാദിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% എതിർക്കപ്പെടേണ്ട പ്രവണതയാണ് ഏത് സംഘടനയിലും. അത് പറ്റില്ല. പിന്നെ തെറി വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. ഞാൻ പോയിട്ടില്ല, ഈ കുടുംബസംഗമത്തിൽ ഞാൻ പരിപാടിക്ക് പോകാറില്ല. ഞാൻ ഒരു വർഷത്തിലൊരിക്കൽ ജനറൽ ബോഡിക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് തന്നെ അവിടെ ഇങ്ങനെ നടന്നു എന്ന് ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞു. കാരണം ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ തെറി വിളിക്കുന്ന ചിലരുടെ സ്വഭാവ സവിശേഷതയായിരിക്കാം. പക്ഷെ അന്ന് തന്നെ അല്ലെങ്കിൽ ചിലരുടെ ഒരു അതൊക്കെ മാറ്റേണ്ട മാനസിക പ്രശ്നമാണെന്ന് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു. എന്താണെങ്കിലും മാനസിക പ്രശ്നമാണ്. ആ മാനസിക പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അയ്യോ പാവം കേട്ടോ തെറി പറഞ്ഞു പോയി, അങ്ങനെയൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പൊതുസമൂഹത്തിൽ വരരുത്, പൊതുപരിപാടികളിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഭാരവാഹികളായിട്ട് ഇരിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു തെറി പറച്ചിൽ? അതെന്തുവാ? അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തൊന്നുമില്ല. അത് ഒട്ടും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പിള്ളേർ ട്രോമറ്റൈസ്, അവരുടെ തെറ്റ് അവരുടെ ഭാഗത്ത്. ഇപ്പോൾ പറയുമല്ലോ പുരുഷൻ അവർ ഓർഗനൈസ് ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ടാവാം. ആരും അങ്ങനെ ഇതൊന്നും എക്സ്പീരിയൻസ് ആയിട്ട് പഠിച്ച് വന്നവരൊന്നും അല്ലല്ലോ. ഇത്രയും നാളും അവിടെ വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതിൽ നിന്നും പുതിയതായിട്ടൊരു ഗ്രൂപ്പ് വന്നതാണ്. അതിൽ ടിനി ആയാലും ശരി എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് തെറി പറഞ്ഞോ അടക്കി ഭരിച്ചുകൊണ്ടും അല്ല കാര്യങ്ങൾ ചെയ്തു. ഒരാളെ ഒരു തെറ്റ് പറ്റുമ്പോൾ റബ്ബർ സ്റ്റാമ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, വേറൊരാളെ കഴിവില്ലാത്തവളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് ഒരു മാതൃകയല്ല, നല്ല മാതൃകയല്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വിവാദം അൻസിബ ഇതിന് പുറത്തോട്ട് വന്നെങ്കിൽ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ തടഞ്ഞു വെച്ചെന്നേ. ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചെന്നും പറഞ്ഞ് അതിനോട് ഹാരസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്തിൻ്റെ പേരിലാണ്? നമുക്കിത് ബോധ്യപ്പെടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് എന്തിനാണെന്ന് നമുക്കിത് മനസ്സിലാവുന്നില്ല. പോകേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ ഒരു മെസ്സേജ് സ്റ്റേഷനിൽ പോയെന്തിനാണ് അൻസിബ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സ്റ്റേഷനിൽ വിളിച്ച ഉടനെ പോകണമെന്ന് ഒരു ബന്ധമില്ല. അൻസിബയെ വിളിപ്പിച്ചു, അൻസ കാര്യം പറഞ്ഞു. അൻസിബയെ 3.5 മണിക്കൂറാണ് പിടിച്ചു നിർത്തിയത്, ഹാരസ് ചെയ്തു. അതൊക്കെ അതെന്തുവാ? രാഹുൽ ഈശ്വർ പറ, അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തലുണ്ടോ? അതെന്തൊരു ഏർപ്പാടാണ് രാഹുൽ പറ. രാഹുലെ അങ്ങനെ ഉണ്ടോ?
ഒരു കൊച്ചിനെ പിടിച്ച പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം, മെസ്സേജ് പോകേണ്ട അയച്ചിട്ട്. ആവശ്യമില്ല. ഹാഷ്മി പറഞ്ഞാണ് കറക്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.